ഒരു കാലഘട്ടത്തിൽ ഇത് മുഹമ്മദ് അലി ജിന്ന വന്ദേ മാതരത്തിനെതിരെ പാടി. അതേ സമയത്ത് തന്നെ നമുക്കറിയാം രാമരാജ്യം എന്നുള്ളതായിരുന്നല്ലോ എല്ലാ കാലഘട്ടത്തിലും മഹാത്മാഗാന്ധിജിയുടെ മറ്റൊരു മുദ്രാവാക്യം. ഇവർ രാമരാജ്യം എന്നുള്ള സങ്കല്പത്തെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ദുർഗാദേവിയെ പോലെ തന്നെ ശ്രീരാമനും ഇന്ത്യയുടെ ഒരു പവിത്രമായ ആശയമാണ്, ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന മഹത്തായ ആശയമാണ്. അപ്പോൾ ദുർഗാദേവിയെ അംഗീകരിക്കുകയും രാമനെ അംഗീകരിക്കാതിരിക്കുകയും ശ്രീരാമനെ അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊന്നുമല്ല പ്രശ്നം. ഓരോ കാലഘട്ടത്തിലും ഇവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. ഏതത് കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളെയും എതിർക്കും. അന്ന് അവിടെ ഈ പറയുന്ന ജൻസി പ്രക്ഷോഭം അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ഡൽഹിയിലെ കലാപം, ആ കലാപത്തിലും പ്രക്ഷോഭത്തിലും ഉൾപ്പെട്ടിരുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് ആരാണ് അഫ്സൽ ഗുരുവെന്നോ ആരാണ് ഉമർ ഖാലിദ് എന്നോ അറിയില്ല. അവർക്ക് തന്നെ ഇത് എന്തുകൊണ്ടാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തെന്നറിയില്ല, എന്തുകൊണ്ടാണ് അഫ്സൽ ഗുരുവിനെ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി തന്നെ ശിക്ഷിച്ചതാണല്ലോ. ഈ പറയുന്ന ഉമർ ഖാലിദ് തന്നെ എനിക്ക് തോന്നുന്നത് 1600 ദിവസമായി കിടക്കുന്ന ജയിലിൽ നിന്ന് ഇത് കിട്ടാനായിട്ട്, പരോൾ കിട്ടാനായിട്ട് അദ്ദേഹം പലതവണ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടത് കോടതിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇയാൾ എന്ത് തെറ്റാണ് ചെയ്തത്. അഫ്സൽ ഗുരുവിനെ പോലുള്ള ഒരു വ്യക്തി ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമിക്കുകയും ആ ആക്രമിച്ചത് താനാണെന്ന് പരസ്യമായി അംഗീകരിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിനെതിരെ ശിക്ഷ വന്നപ്പോൾ അത് ശരിയല്ലെന്നും ഞാൻ അഫ്സൽ ഗുരുവിന്റെ ശിഷ്യനാണെന്നും അദ്ദേഹത്തിനെ ഇറക്കി വിടുന്ന അടക്കമുള്ള എല്ലാ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് ഇപ്പോഴും ഈ രാജ്യത്തെ തകർക്കുന്നത് വരെ ഞങ്ങൾ പോരാടുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു 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 തീവ്രവാദിയെ ജയിലിലിടുക അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് തോന്നുന്നില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും അതിൽ നിന്ന് മാറും. നമസ്കാരം സാർ, ഇപ്പോൾ ഈ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു വേളയാണല്ലോ. ഈ ഒരു സമയത്ത് രാജ്യത്ത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ BJPക്കെതിരെ ഒരു ആയുധമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വന്ദേ മാതരം മുഴുവനുമായി പാടാൻ പാടില്ല, അതോടൊപ്പം തന്നെ വീര സവർക്കറിനെ പൊതുസമൂഹത്തിൽ വീണ്ടും അപമാനിക്കുന്ന രീതിയിലേക്ക്. എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ രീതിയിലുള്ള ഒരു നിലപാട് നിരന്തരമായിട്ട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കാം? നോക്കൂ, ഇതില് ഈ വന്ദേ മാതരത്തെ ഭയക്കുന്നത് സത്യത്തില് ഏതേത് കാലഘട്ടങ്ങളിലെല്ലാം പല കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണോ ഈ വന്ദേ മാതരം എന്നുള്ള ഗാനത്തെ, അത് ഗാനമായി നിന്നപ്പോഴും അത് മറ്റേ ഒരു നോവലിന്റെ ഭാഗമായിരുന്നപ്പോഴും എല്ലാം അതിനെ ഭയമായിരുന്നു. കാരണം ഈ ഒരു പാട്ട്, ആ ഗാനം സത്യത്തിൽ കോടാനുകോടി ജനങ്ങളുടെ സിരകളിൽ രക്തത്തെ ചൂട് പിടിപ്പിക്കുകയും അവരെ പലരെയും ജീവിതമൊക്കെ ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ത്യജിച്ച ഒരുപാട് പേര് വന്ദേ മാതരം വിളിച്ചുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന ഭഗത് സിംഗ് ആയാലും ചന്ദ്രശേഖർ ആസാദ് ആയാലും അങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ, സ്വന്തം യുവാക്കൾ ജീവൻ വെടിഞ്ഞത്. അത്തരം ഒരു ആംഡ് റിബല്യനെ അല്ലെങ്കിൽ ഒരു വലിയ ഈ തീവ്രമായി ആയുധമെടുത്ത് പോരാടുന്ന യുവാക്കളെ നേരിടുവാൻ ബ്രിട്ടീഷുകാർക്ക് ഭയമായിരുന്നു. അവർക്ക് അത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്വാതന്ത്ര്യ സമരങ്ങൾ അവർ മാനേജ് ചെയ്തിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള തീവ്ര ആശയങ്ങളോടെ ശക്തിയായി ആയുധമെടുത്ത് പോരാടുകയും അവരുടെ തെറ്റായ നടങ്ങളെ ആയുധങ്ങൾ കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന അത്തരം ചെറുപ്പക്കാരെ നിയന്ത്രിക്കുക. കാരണം ഇത്തരം ഗാനങ്ങൾ അത്തരം ആവേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ നിരന്തരമായി ഈ വാദത്തെ എതിർത്തിരുന്നു. ഇന്നും ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കരുത് എന്നുള്ള ഒരു ആശയമാണ് ഇന്ന് ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശ്രമിക്കുന്നത് ഇന്ത്യ ബിക്കം എ സൂപ്പർ പവർ ഇൻ 2047 ഡെഫിനറ്റ്ലി. അപ്പോൾ ഉടനെ തന്നെ ഒരു സൂപ്പർ പവർ ആയിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് അത് ഭയം? അമേരിക്കയ്ക്കും ചൈനയ്ക്കുമാണ്. അവരെക്കാൾ വലിയ സൂപ്പർ പവറായി. കാരണം നമുക്കിപ്പോൾ ഇന്ന് നമുക്കറിയാം ജനങ്ങളുടെ ശക്തി, വലിയ രീതിയിലുള്ള ഒരു ജനസംഖ്യ നമ്മളുടെ കൂടെയുണ്ട്, വലിയ മാൻ പവർ ഉണ്ട്, അതേപോലെ തന്നെ വലിയ ഒരു ഭൂപ്രദേശം. അതുകൊണ്ട് ദ എക്കണോമി ഡെഫിനറ്റ്ലി വിൽ സപ്പോർട്ട്. അപ്പോൾ സൂപ്പർ പവർ ആധാരിക്കുവാനായിട്ട് വിദേശ ശക്തികളുടെ ഒരു പിന്തുണ നേടിക്കൊണ്ട് അവരുടെ പണം നേടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ജനകീയ നേട്ടങ്ങളെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ തകർക്കാൻ ഇത്തരം ഗാനങ്ങൾക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ നമുക്കറിയാമല്ലോ, ഇത് 16 രാഷ്ട്രമാണെന്ന് പണ്ടേ വാദിച്ച, ഇത് രാജ്യമേ അല്ല എന്ന് വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുവാൻ, ഈ രാജ്യത്തെ ഒരു രാജ്യമെന്ന രീതിയിൽ ഇതിൻ്റെ അഖണ്ഡതയെ തകർക്കുവാനായിട്ട്, അത് അന്ന് മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദ്വിരാഷ്ട്രവാദത്തിനും പിന്തുണ നൽകിയത് CPM ആയിരുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുവാൻ ഇവരെല്ലാവരും ഒരുമിക്കുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവണം. ഇതാണ് വന്ദേ ഭാരതത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഈ 1939 ഈ മുസ്ലിം ലീഗ് അവരുടെ ലക്നൌവിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഇപ്പോഴത്തെ അവരുടെ രാഷ്ട്രപിതാവ് പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്ന
അയാളാണ് ആദ്യമായിട്ട് ഈ ഒരു വന്ദേമാതരം പാടരുത്, ഞങ്ങൾക്കത് താല്പര്യമില്ല, കോൺഗ്രസിന്റെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത്. ഈ ദുർഗാദേവിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് അവരെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ മുഹമ്മദ് അലി ജിന്നയുടെ അന്നത്തെ 1939 അതേ നിലപാട് തന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ചില സംഘടനകൾ എടുക്കുന്ന സമയത്ത് അവരോട് എന്താണ് തോന്നാറ്? എന്താണ്? നോക്കൂ, ഇത് അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു കാലഘട്ടത്തിൽ ഇത് മുഹമ്മദ് അലി ജിന്ന വന്ദേ മാതരത്തിനെതിരെ പാടി. അതേ സമയത്ത് തന്നെ നമുക്കറിയാം രാമരാജ്യം എന്നുള്ളതായിരുന്നല്ലോ എല്ലാ കാലഘട്ടത്തിലും മഹാത്മാഗാന്ധിജിയുടെ മറ്റൊരു മുദ്രാവാക്യം. ഇവർ രാമരാജ്യം എന്നുള്ള സങ്കല്പത്തെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ദുർഗാദേവിയെ പോലെ തന്നെ ശ്രീരാമനും ഇന്ത്യയുടെ ഒരു പവിത്രമായ ആശയമാണ്, ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന മഹത്തായ ആശയമാണ്. അപ്പൊ ദുർഗാദേവിയെ അംഗീകരിക്കുകയും രാമനെ അംഗീകരിക്കാതിരിക്കുകയും ശ്രീരാമനെ അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊന്നുമല്ല പ്രശ്നം. ഓരോ കാലഘട്ടത്തിലും ഇവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. ഏതേത് കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളെയും എതിർക്കുക. പ്രത്യേകിച്ച് ദുർഗാദേവി എന്ന് പറയുമ്പോൾ അവർക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആംഡ് റിബല്യനെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യുവാക്കൾ അതിശക്തമായി തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ ഒരു ആയുധമെടുത്ത് പോരാടുന്നതിനെ അന്ന് ഭയന്നിരുന്നു. അതുപോലെ തന്നെ അത്തരം ഗാനങ്ങൾക്ക് അതിനൊരു പ്രത്യേക കാര്യം കണ്ടെത്തി. അത്തരം ഗാനങ്ങൾ എന്നും ജനങ്ങളെ ഒരുമിപ്പിച്ചിരുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ വന്ദേ മാതരം പാടിക്കൊണ്ട് ജനങ്ങൾ ഒരുമിക്കുന്നു, അതിനെ എതിർക്കുന്നു. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ പറയുന്ന രാമരാജ്യം എന്ന് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടോ, ജയ് ഹിന്ദ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടോ, മുസ്ലിം ലീഗുകാർ പറയുന്നുണ്ടോ, CPM-കാർ പറയുന്നുണ്ടോ? അവർക്കൊന്നും ഇത് മുഴുവൻ പാടാൻ വയ്യ. ഇത്തരത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ, ഈ സമീപത്തുള്ള ഏത് പ്രകടനങ്ങൾ എടുത്താലും വീഡിയോ എടുത്തു നോക്കിയാലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഒന്നല്ലെങ്കിൽ BJP-യുടെ, BMS-ന്റെ, AVP-യുടെ പ്രകടനമായിരിക്കും. അപ്പോൾ ഭാരതത്തെ ഏകീകരിക്കുന്ന ഒരു മുദ്രാവാക്യങ്ങളും പാടാൻ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളോ കോൺഗ്രസ്സുകാരോ ഇന്ന് തയ്യാറല്ല. വല്ലപ്പോഴും വല്ലൊരു അബദ്ധത്തിൽ ജയ് ഹിന്ദ് എന്ന് വിളിച്ചാലായി. അതുകൊണ്ട് ഭാരത് മാതാക്ക് ജയ്യും അത് വന്ദേ ഭാരതവും വന്ദേ മാതര ഗാനവും അടക്കം എല്ലാം ഭാരതത്തെ ഒന്നിപ്പിക്കുന്നതിനെ ഇവർ എതിർക്കുന്നു. അത് മുസ്ലിം ലീഗ് വളരെ ശക്തിയായിട്ട് എതിർക്കുന്നു. ലീഗിനെ അന്നും ഇന്നും ഭാരതത്തെ ഒന്നിപ്പിക്കുന്ന എല്ലാത്തിനോടും മതപരമായ അസഹിഷ്ണുതയാണ്. അവർ രാമരാജ്യത്തെ എതിർക്കുന്നു, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസത്തെ തന്നെ എതിർക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ജനാധിപത്യ ബോധം ഇല്ല എന്നുള്ളത് പൂർണ്ണമായി ഇപ്പോൾ നമുക്ക് അവർ സംഘടിപ്പിച്ച് അങ്ങോട്ട് പോയപ്പോൾ യോഗേന്ദ്ര മണ്ഡലിലൊക്കെ എന്ത് സംഭവിച്ചു നമുക്കറിയാമല്ലോ. ജനാധിപത്യ ബോധമോ മറ്റ് മതങ്ങളെയും മറ്റ് ചിന്തകളെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി ഇപ്പോൾ കോൺഗ്രസും അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ അടുത്ത സമയത്ത് ദില്ലിയിൽ കണ്ട ജന്തർ മന്ദിറിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ സമരത്തിൽ ഒരു ധാർമ്മികത ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അല്പമെങ്കിലും ഉണ്ടതിന്റെ പേരിലാണ് നമ്മൾ പ്രധാനമന്ത്രി അനുകൂലമായിട്ട് ഈ വിഷയത്തിലൊക്കെ സംസാരിക്കുന്ന, സംഘകാര്യകർത്താക്കൾ അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഉമർ ഖാലിദിനടക്കമുള്ള ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ആളുകൾ ഇവരെ റിലീസ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അതിൽ ഇടയിലുള്ള ചില വിദ്യാർത്ഥികൾ ഇത് പ്ലക്കാർഡുകൾ പൊക്കി കാണിക്കുന്ന സമയത്ത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആദ്യകാലത്തെ ഭരണകൂടം തന്നെയായിരുന്നു ഈ ഉമർ ഖാലിദ് പിന്തുണച്ചിരുന്ന നമ്മുടെ അഫ്സൽ ഗുരു അടക്കമുള്ള ആളുകളെ തൂക്കിലേറ്റിയത്. പക്ഷെ എന്നിട്ടും ഈ അഫ്സൽ ഗുരുവിനെ പോലെയുള്ള ആളുകളെ പിന്തുണച്ച ഉമർ ഖാലിദിനെ റിലീസാക്കണമെന്ന് ഈ ചില ആളുകൾ ഈ സമരത്തിൽ പറഞ്ഞിട്ടും ഇവരെന്തായിരിക്കാം ഇതിനെതിരെ ഒന്നും ശബ്ദിക്കാതെ ഇരിക്കുന്നത്? ഇത് ജനം തിരിച്ചറിയുന്നില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, അന്ന് അവിടെ ഈ പറയുന്ന ജൻസി പ്രക്ഷോഭം അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന ഡൽഹിയിലെ കലാപം, ആ കലാപത്തിലും പ്രക്ഷോഭത്തിലും ഉൾപ്പെട്ടിരുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് ആരാണ് അഫ്സൽ ഗുരുവെന്നോ ആരാണ് ഉമർ ഖാലിദ് എന്നോ അറിയില്ല. അവർക്ക് തന്നെ ഇത് എന്തുകൊണ്ടാണ് ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തെന്നറിയില്ല, എന്തുകൊണ്ടാണ് അഫ്സൽ ഗുരുവിനെ ഇത്തരത്തിലുള്ള സുപ്രീം കോടതി തന്നെ ശിക്ഷിച്ചതാണല്ലോ. ഈ പറയുന്ന ഉമർ ഖാലിദ് തന്നെ എനിക്ക് തോന്നുന്നത് 1600 ദിവസമായി കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ഇത് കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് ഇത് കിട്ടാനായിട്ട്, പരോള് കിട്ടാനായിട്ട് അദ്ദേഹം പലതവണ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടത് കോടതിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. അഫ്സൽ ഗുരുവിനെ പോലുള്ള ഒരു വ്യക്തി ഈ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമിക്കുകയും ആ ആക്രമിച്ചത് താനാണെന്ന് പരസ്യമായി അംഗീകരിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിനെതിരെ ശിക്ഷ വന്നപ്പോൾ അത് ശരിയല്ലെന്നും ഞാൻ അഫ്സൽ ഗുരുവിന്റെ ശിഷ്യനാണെന്നും അദ്ദേഹത്തിനെ ഇറക്കി വിടുന്നതും അടക്കമുള്ള എല്ലാ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് ഇപ്പോഴും ഈ രാജ്യത്തെ തകർക്കുന്നത് വരെ ഞങ്ങൾ പോരാടുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു തീവ്രവാദിയെ ജയിലിലിടുക അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് തോന്നുന്നില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും അതിൽ നിന്ന് മാറിയേനെ. പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ അവരെ ഒരു എന്താ ട്രാക്കിൽ നിന്ന് മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്,
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് SFIയും അവിടുത്തെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ, അതും കോൺഗ്രസിലെ ഒരു വിഭാഗം, ഞാൻ മുഴുവൻ കോൺഗ്രസ്സുകാരെ പറയുന്നില്ല, പലരും അതിനെതിരായിട്ടും ഇപ്പോൾ ശശി തരൂരിനെ പോലുള്ള ആൾക്കാർ വളരെ ശക്തമായിട്ട് അതിനെതിരെ പറഞ്ഞു. ഇവരും ശ്രമിക്കുന്നത് അഫ്സൽ ഗുരുവിനെയും അതേപോലെ തന്നെ ഉമർ ഖാലിദിനെയും മുൻനിർത്തിക്കൊണ്ട് ഒരു മുസ്ലിം സെന്റിമെന്റ്സ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് പാർട്ടി ഓർ ദ കോൺഗ്രസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിലൂടെ പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ആ ജൻസി കലാപത്തെ ആ സമരത്തെ ഒരു കലാപമായി മാറ്റിക്കൊണ്ട് ഡൽഹിയിൽ മറ്റൊരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് നോക്കി. അതിൻ്റെ ശ്രമം ആംബെ പരാജയപ്പെട്ടു. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ പലരും പറഞ്ഞില്ലേ, നേപ്പാളിലെ പോലെ ഇവിടുത്തെ തീവ്രവാദം നടക്കണം, പാർലമെന്റ് ആക്രമിക്കണം എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. അവരെയൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. പാവം TJ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. അതിനുള്ള ധൈര്യം ഇവിടുത്തെ സതീശൻ സർക്കാരിന് ഇല്ല എന്നുള്ളതും സത്യമാണ്. അപ്പോൾ പ്രധാനമന്ത്രിയെ കൊല്ലുക, പാർലമെന്റ് ആക്രമിക്കുക, ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾ, തീവ്ര എന്താ പറയുക, ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ സമരം ചെയ്യുവാൻ കൂടിയിട്ടാണ് ഇത്തരം സിംബൽസിനെ അവർ ഉപയോഗിച്ചതും. മുസ്ലിം ഒരു തീവ്രവാദത്തെ ഇവിടുത്തെ ഒരു വിദേശ ചാരന്മാരുടെ അടക്കമുള്ള, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്ന സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടല്ലോ, അവരെയൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കേരളത്തിലൊക്കെ ഇന്ന് അനേകായിരം പേരെ സിമിയുടെയും അതേപോലെ തന്നെയുള്ള തീവ്രവാദ സംഘടനകൾ ആൾക്കാരാണ് പോയത്. അവരെ ഉപയോഗിച്ചുകൊണ്ടൊരു തീവ്രവാദ ഒരു കലാപശ്രമമാണ് നടത്താൻ ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും ഭാഗ്യമായ കാര്യം.